2029 ആകുമ്പോഴേക്കും നമ്മുടെ രാജ്യത്ത് ഒരൊറ്റ തിരഞ്ഞെടുപ്പിലൂടെ ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ യാഥാർത്ഥ്യമാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രസക്തമായിരിക്കുന്നത്. കാരണം ഈ രാജ്യത്ത് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന അജണ്ടയിൽ മുൻനിർത്തിയുള്ള സമിതിയുടെ റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് കൈമാറുകയാണ്. മുൻ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദാണ് ആ സമിതിയുടെ അധ്യക്ഷൻ. രാംനാഥ് കോവിന്ദ് മാത്രമല്ല, ആ സമിതിയിൽ നിലവിലെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ഉൾപ്പെടെയുള്ള 6 പേർ കൂടിയുണ്ട്. 8 വാല്യങ്ങളിലായി 18,000 പേജുള്ള റിപ്പോർട്ടാണ് ഇന്ന് കൈമാറാൻ പോകുന്നത്. റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഒറ്റ തെരഞ്ഞെടുപ്പിലൂടെ ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ യാഥാർത്ഥ്യമായാൽ അത് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക രംഗത്തിന് മുതൽക്കൂട്ടാകും എന്നുള്ളതാണ്. അതായത് ഈ നാട്ടിലെ നിലവിലെ വ്യവസ്ഥയനുസരിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പ്, പാർലമെന്റ് തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്നിങ്ങനെ പല തട്ടുകളിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ചില സംസ്ഥാനങ്ങളിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് പുറമെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലും പല ഘട്ടങ്ങളിലായി നടത്തേണ്ട സ്ഥിതിഗതി ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ വരുന്നത് കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഈ രാജ്യത്തിന്റെ വിഭവ സമാഹരണത്തിനും പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള പണം പോലും അവിടെ ചെലവാക്കപ്പെടുകയാണ്. മാത്രമല്ല, ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളെ അതിനുവേണ്ടി നിയോഗിക്കപ്പെടുമ്പോൾ അവിടെ ഭരണകർത്താക്കൾക്ക് വേണ്ട രീതിയിലുള്ള പ്രവർത്തനം വേണ്ട രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് രാജ്യത്തിന്റെ വളർച്ചയെ പിന്നോട്ട് വലിക്കുന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ. 200 മുതൽ 300 വരെയുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ഈ രാജ്യത്ത് ചിലവഴിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന തടസ്സം എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥരുടെ നിയോഗിക്കേണ്ടി വരുന്നു, പണച്ചിലവ് അധികമായി വരുന്നു എന്നുള്ളവ തന്നെയാണ്. നേരെ മറിച്ച് ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഈ ചിലവെല്ലാം കുറയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഗുണപരമായ മറ്റൊരു കാര്യം. പക്ഷേ ഇത് ഒറ്റയടിക്ക് സാധ്യമാണോ? അല്ല. നിലവിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഇതിൽ മാറ്റങ്ങളും അനിവാര്യമാണ്. അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഭരണഘടനയിലും നിയമത്തിലും എന്തെല്ലാം മാറ്റങ്ങൾ വേണം എന്നുള്ള കാര്യവും സമിതിയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് രാഷ്ട്രപതി അംഗീകരിച്ചാൽ തന്നെ സംസ്ഥാനങ്ങളെ അറിയിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ടതിന് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കിടക്കുക.